പിന്നെ പെൺകുട്ടിയെക്കുറിച്ചോ അവരുടെ വീട്ടുകാരെക്കുറിച്ചോ സാധാരണ ബ്രോക്കർമാർ പറയുന്നത് പോലെ പെരുപ്പിക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. ഏയ്, എന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നിർത്ത്. തന്റെ സ്വയം പുകഴ്ത്തലും വേണ്ട. എങ്കിൽ നിങ്ങൾ ഇറങ്ങിക്കോളൂ. എനിക്കൊന്ന് പുറത്തു പോണം. എന്നാ ശരി. മമ്മി, അവന്റെ സ്റ്റാൻഡ് എന്തായിരിക്കും? പെട്ടെന്ന് അവൻ സമ്മതം പറയില്ല. പ്രഷർ ചെയ്യേണ്ടി വരും. എന്തായാലും ഇക്കാര്യത്തിൽ അവൻ ഒരുപാട് സ്വാതന്ത്ര്യം കൊടുക്കാൻ പറ്റില്ല. അത് ഞാൻ നോക്കിക്കോളാം. എന്നിട്ട് എന്താ പറയാ, പൈതിരി തിരുമ്മി തിരുമ്മി ആളുടെ കാല് ശരിയായി. അവസാനം കൂലി ചോദിച്ചപ്പോഴേ അതേ കാലുകൊണ്ട് നെഞ്ചത്തൊരു ചവിട്ടും. അച്ഛനങ്ങനെ ചെയ്യുമെന്ന് കരുതിയാണോ കഥ? അയ്യോ അല്ല സർ, ഞാൻ നാട്ടിലൊരു കാര്യം പറയായിരുന്നു. എന്താച്ചാ, കവനയുടെ നാട്ടിലൂടെ സഞ്ചരിച്ചിട്ട് എങ്ങനെയുണ്ട്? അച്ഛന്റെ മുഖത്തെ സന്തോഷം കണ്ട കബനി ഇവിടെ സ്ഥിരമായിട്ട് അപ്പോയിന്റ് ചെയ്താലോ എന്നോരെ തോന്നിപ്പോവും. അതിനെന്താ, കബനി മോള് വേണമെങ്കിൽ ഇനി ഇവിടെ നിന്നോട്ടെ. ഇവിടെയോ? അസലായി. എന്നാ പിന്നെ നല്ല ഭൂകമ്പം നടക്കും. എനിക്കൊന്നും വേണ്ട. എനിക്കിപ്പോ മുത്തശ്ശനെ വന്ന് കാണാനും നോക്കാനും ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അത് മതി. എന്തായാലും കാത്തിരിക്കുന്ന പേരുകുട്ടി വന്നു കഴിഞ്ഞാ പിന്നെ എന്റെ ഈ വരവും മറ്റും ഒന്നും ഉണ്ടാവില്ല. പിന്നെ നീ എവിടെ പോവാ? എത്ര കാലം കൂടിയിട്ടാവും ആ കുട്ടിയെ കാണുന്നേ? ആ കുട്ടിക്കും സ്നേഹിച്ചു തീർക്കാനുണ്ടാവില്ലേ ഒരുപാട്. ഈ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെ അടുത്തുനിന്ന് മാറുവോ? ഒരു നിമിഷം സാറിന്റെ അടുത്തുനിന്ന് മാറിയിരിക്കോ? അപ്പൊ ഞാൻ എന്താ ചെയ്യാ? ഇതൊക്കെ എടുത്ത് സന്തോഷത്തോടെ ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് പതുക്കെ അങ്ങ് പോവും. അങ്ങനെയല്ല, വരുമ്പോ കുട്ടിയെ കണ്ടിട്ട് ചോദിക്കും ഇതാരാണെന്ന്. അപ്പൊ ഞങ്ങളുടെ മറുപടി എന്തായിരിക്കും? ഞങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ജീവൻ വെപ്പിച്ച ആള്, നിനക്ക് പകരം നിന്ന ആള് നീ തന്നെ. മനസ്സിലായോ? കാത്തിരിക്കുന്ന മോളും നീയും ഇപ്പൊ ഒരേ സ്ഥാനത്താ ഞങ്ങളുടെ മനസ്സിൽ. മനസ്സിലുള്ള കാര്യങ്ങൾ പറയുന്നതില് പിശുക്കുള്ള ആളാ സൂര്യ. പക്ഷേ നിന്റെ കാര്യത്തിൽ ആ പിശുക്കില്ല. നീ പോയാലും നിന്നെ കുറിച്ച് തന്നെ ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കും. സൂര്യ, എന്താ സൂര്യ? ഏയ്, ഒന്നുമില്ല. കബനിയോട് സംസാരിക്കുമ്പോ വല്ലാതെ പതറിയിരുന്നു നിന്റെ ശബ്ദം. അത് അമ്മേ, കാത്തിരുന്ന് എൻ്റെ മോൾ ഒന്ന് കയറുമ്പോ എൻ്റെ മോൾ എങ്ങനെ ഉണ്ടാവും കാണാൻ, എങ്ങനെയായിരിക്കും അവള് പെരുമാറുക എന്നൊക്കെ ആലോചിച്ചപ്പോ. എങ്ങനെ ആയിരിക്കണം അവള്? നീ പറ. അതിപ്പോ ഞാൻ എന്താ പറയുക? കബനിയെ പോലെ ആണെങ്കിലോ? എന്താ മോനെ? അത് തന്നെയാ മനസ്സിലമ്മേ. അറിവും അച്ചടക്കവും സ്നേഹവും ഒക്കെ കൊണ്ട് അവള് വല്ലാതെ വിസ്മയിപ്പിക്കുക. അമ്മയ്ക്കും തോന്നില്ലേ കബനി എപ്പോഴും അടുത്തുണ്ടാവണമെന്ന്? അവളെ ആർക്കാടാ ഇഷ്ടമാകാതെ വരിക? അവള് ചിരിക്കുന്നത് പോലും നമ്മുടെ മനസ്സൊപ്പിയെടുത്തിട്ടാ. അച്ഛനെ കണ്ടോ നീ? നിസ്സാര മാറ്റമാണോ? അച്ഛൻ്റെ കാര്യത്തിൽ അവള് കാണിക്കുന്ന കോൺഫിഡൻസോ? അടുത്തൊരു ദിവസം അച്ഛൻ എഴുന്നേറ്റ് നടന്നാൽ പോലും എനിക്ക് അതിശയം തോന്നില്ല മോനെ. അവള് തന്നെ വലിയൊരു മരുന്നാ.
അതെ അമ്മേ, അതുകൊണ്ട് തന്നെയാ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു പോയതും. ഇനി അഥവാ നമ്മുടെ കാത്തിരിപ്പ് പോലെ ആരും വന്നില്ലെങ്കിൽ തന്നെയും കബനിയാവും ആ സ്ഥാനത്ത്. ഇനി അഥവാ നമ്മുടെ കാത്തിരിപ്പ് പോലെ ആരും വന്നില്ലെങ്കിൽ തന്നെയും കബനിയാവും ആ സ്ഥാനത്ത്. സൂര്യ, അതെ അമ്മേ, ആഗ്രഹിക്കുമ്പോ ഏറ്റവും കൂടുതലായിരിക്കുമല്ലോ നമ്മൾ ആഗ്രഹിക്കുക. എനിക്ക് എന്റെ മോള് കബനിയെ പോലെ മതി. അങ്ങനെ ആവട്ടെ മോനെ, അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാം നമുക്ക്. എന്ത് പണിയാ നീ കാണിച്ചേ? എത്ര നേരം ഞാൻ വിളിച്ചിട്ട്? മമ്മിയും വരണമൊക്കെ നിന്നെ കാത്തിരിക്കുമായിരുന്നു. അതാ ഞാൻ ലേറ്റായേ. എന്താ പുതിയ ഇഷ്യൂ? എനിക്ക് വേണ്ടി പുതിയ ബിസിനസ് വല്ലതും ആലോചിച്ചോ? അതോ കോളേജിലെ ജോലി ഉപേക്ഷിക്കുന്നതിനെ കുറിച്ചോ? അതാണല്ലോ സ്ഥിരം പരിപാടി. രണ്ടും അല്ല, നിന്റെ വിവാഹം അതാണ് ഇഷ്യൂ. എന്റെ വിവാഹവും അതങ്ങനെ അവര് തീരുമാനിക്കുന്നേ? ഞാൻ ചോദിച്ചു, പിന്നെ എന്നോട് അമ്മയും വരണോ എന്തായിരിക്കും പറയാന്നറിയാലോ. സൈലൻസ്. എന്റെ സ്വാതന്ത്ര്യം അവിടെ തീർന്നു. ഏട്ടത്തി, എന്റെ മനസ്സിൽ എന്താണെന്ന് ഏട്ടത്തിക്ക് അറിയാലോ. അതിപ്പോ ഇവിടെ പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞാ നന്നായിരിക്കും. ചിലപ്പോ ഈ വീട് തന്നെ കാണില്ല. എന്തെങ്കിലും പറഞ്ഞ് അമ്മയെ തൽക്കാലം ബ്ലോക്ക് ചെയ്യാനുള്ള മാർഗം ആലോചിക്കുക. അമ്മ സീരിയസാ. ബ്രോക്കർ വന്നിരുന്നു. ഒരുപാട് കുട്ടികളുടെ ഫോട്ടോസും കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, എല്ലാം കൊട്ടാര കെട്ടിയെന്ന് തന്നെ ആയിരിക്കും. അതുറപ്പ്. എന്റെ കാര്യത്തിൽ സംഭവിച്ച അബദ്ധം ആവർത്തിക്കരുതെന്ന് ഇടയ്ക്കിടയ്ക്ക് അമ്മ പറയുന്നുണ്ട്. തൽക്കാലം എന്താ ഒരു മാർഗം? ഡാഡിയോടും സംസാരിച്ചാലോ? ഡാഡിയോട് ഞാനൊന്ന് പറഞ്ഞു നോക്കി. എന്നിട്ട് നിന്റെ ഇഷ്ടം നോക്കിയേ തീരുമാനിക്കാവൂ എന്ന് ഡാഡി പറഞ്ഞിട്ടുണ്ടത്രേ. അതിനുള്ള ഡോസും കിട്ടി. ഛെ, അതുകൊണ്ട് പൊന്നു മോനി ഞാൻ വഴി ചിന്തിക്കണ്ട. ഛെ, നാശം. ആ, ഇനി എന്നാടാ ക്ലാസ് ഒഴിവുള്ളത്? സാറ്റർഡേ സൺഡേ. അപ്പം നാളത്തെ കഴിഞ്ഞ് നീ ഒരു ദിവസം ലീവ് എടുക്കേണ്ടി വരും. എന്തിന്? ഡീറ്റെയിൽ ആയിട്ട് മമ്മി പറയും. പെണ്ണ് കാണല. മനസ്സിലായി. ഞാനൊരു ചുമതല ഏൽപ്പിച്ച ഏട്ടൻ ചെയ്യൂ? എന്താ? അത് മുടക്കണം. എന്നുവച്ചാ? എന്നുവെച്ചാ എനിക്കിപ്പോ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. കാര്യം എന്താ? നിനക്ക് വല്ല പ്രേമമുണ്ടോ? ഉണ്ടെങ്കിൽ സാരമില്ല. നമ്മുടെ കുടുംബത്തിന് യോജിക്കുന്ന കാര്യമാണെങ്കിൽ മമ്മിയോട് തുറന്നു പറഞ്ഞോ. ഹോ, എന്തൊരു നല്ല ഉപദേശം. ഏട്ടൻ എന്റെ ഏട്ടൻ മാത്രമാവേണ്ട ആളല്ല. ഒരു ആശ്രമം പണിത് സ്വാമിയായി ഒരുപാട് പേർക്ക് ഉപദേശം കൊടുക്കേണ്ട ആളാ. ഇനി ഒരു ഉപദേശത്തിന് ഞാൻ വരില്ല. ഹോ. ഡാ ഋഷി, നീ എപ്പോഴാ വന്നത്? ഇപ്പൊ വന്നേ ഉള്ളൂ. കുടുംബത്തിൽ ഒരു കാര്യത്തിന് നിന്നെ വിളിച്ചാ കിട്ടില്ല. അത് പിന്നെ ശീലമാണല്ലോ. ഋഷി, ഇത് കണ്ടോ? ഇതൊക്കെ വിശദമായിട്ട് നീ ഒന്ന് നോക്ക്. എന്താ ഇത്? നീ വന്ന് ഇത്രയും നേരം കൊണ്ട് ഇവിടെ എന്താ നടക്കുന്നതെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. പിന്നെന്തിനാ ഈ ചോദ്യം? ദാ പിടിക്ക്. എല്ലാത്തിനും ഡീറ്റെയിൽസ് ഉണ്ട്, അതുകൂടി നോക്കണം. മമ്മി എന്തായി കാണിക്കുന്നേ? ഇങ്ങനെയാണ് വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നേ? ഇവിടെ ഇങ്ങനെ എല്ലാം നോക്കിയിട്ട് നിന്റെ തീരുമാനം ഇപ്പൊ തന്നെ വേണമെന്നില്ല. നാളെ വൈകുന്നേരത്തിനുള്ളിൽ പറഞ്ഞാൽ മതി. മമ്മി, എനിക്ക് ആ, പിന്നെ ഡാഡിയെ കൊണ്ട് പറയിപ്പിക്കുക, വരുണിനെ കൊണ്ട് പ്രഷർ ചെയ്യിപ്പിക്കുക. ഒന്നിനും ശ്രമിക്കണ്ട, നടക്കില്ല. ആ, അതിലൊരു കുട്ടി കാക്കനാടുണ്ട്. എനിക്കതാ താല്പര്യം തോന്നിയത്. ഇനി നീ തീരുമാനിക്ക്.
ഏട്ടാ 10-40 വർഷം മുമ്പ് ചില വീടുകളുടെ അകത്തളങ്ങളിൽ ഇങ്ങനത്തെ വിവാഹാലോചനകൾ നടന്നിട്ടുണ്ട്. അത് ആണുങ്ങളുടേതല്ല, പെണ്ണുങ്ങളുടേതാ. ഒരു ബഹളം ഉണ്ടാവണ്ടെന്ന് കരുതിയാ ഞാൻ എന്നെ നിയന്ത്രിക്കുന്നത്. പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. പരിധി വിട്ടാ നീ വിപ്ലവകാരിയാവൂ. ആയിക്കോ. പക്ഷേ അതിന്റെ ഗുണവും ദോഷവും സ്വയം അനുഭവിച്ചോളണം. എടുത്തി സത്യത്തിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും. വെറുതെ ആവശ്യമില്ലാതെ ഒന്നും ചിന്തിക്കണ്ട. തൽക്കാലം ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാന്ന് മാത്രം ചിന്തിക്കേ. എന്നാ ഞാൻ ഇറങ്ങട്ടെ മുത്തശ്ശ. എന്റെ സൂര്യ, ഇവിടെ സംസാരം കേട്ടിരുന്നാൽ സമയം പോകുന്ന അറിയില്ല. എന്തോരം കഥകളാ ഇവളുടെ നാട്ടിൽ. ആ നാട് കണ്ടാലേ അമ്മയ്ക്കത് പൂർണ്ണമായും ബോധ്യമാവും. ഒരു ദിവസം നമുക്ക് പോവാം. കബനിയുടെ അമ്മയും കാണാം. എന്നാ മോളെ ഞങ്ങളെ കൊണ്ടുപോകുന്നത്? അത് അത് പിന്നെ അയ്യോ, പെട്ടെന്നൊന്നും വേണ്ട. അതല്ല, മുത്തശ്ശന്റെ കാലിന് എന്തായാലും മാറ്റം വരും. അപ്പോ വൈദ്യരെ നേരിട്ടൊന്ന് പോയി കാണണ്ടേ? നമുക്ക് ഒരുമിച്ച് പോവാം. മുത്തച്ഛന്റെ കാര്യത്തില് അത്രയ്ക്ക് ഉറപ്പാണോ നിനക്ക്? എല്ലാ പരീക്ഷണങ്ങളും നടത്തി അവസാനം വിധി എന്ന് പറഞ്ഞിരിക്കുന്നവരാ ഞങ്ങള്. അതൊന്നുമില്ല മുത്തശ്ശി. ഇതൊക്കെ തീരുമാനിക്കുന്നത് ആരാ? ദൈവം അല്ലേ? മുത്തശ്ശന്റെ കാര്യത്തില് ദൈവം ഒരു അത്ഭുതം കാത്തുവെച്ചിട്ടുണ്ടെങ്കിലോ? ഉണ്ടാവും, എനിക്ക് ഉറപ്പുണ്ട്. സൂര്യ, മറ്റുള്ള ആര് പറയുന്നതിനേക്കാളും ഇവള് പറയുമ്പോ വല്ലാത്തൊരു ആത്മവിശ്വാസം തോന്നുക മോനെ. എന്താന്നറിയില്ല. എന്തായാലും അച്ഛന്റെ ചികിത്സയുടെ കാര്യം ഞങ്ങൾ ഇനി കബനിമോൾക്ക് വിടുകയാണ്. ഇതുവരെ വന്ന ഡോക്ടർമാർക്കും വൈദ്യന്മാർക്കും ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. പക്ഷേ നീ മുത്തശ്ശനെ സ്നേഹിക്കുന്നത് പോലെ അവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. അത്ഭുതം സംഭവിക്കും. അയ്യോ, ഞാൻ ഇനി പോയിക്കോട്ടെ. നേരെ ഒരുപാടായി. നിക്ക്, ഞാൻ കൊണ്ടുവിടാം മോളെ. അയ്യോ വേണ്ട സർ, ഞാൻ പോയിക്കോളാം. സാരമില്ല, അച്ഛനെ ചികിത്സിക്കാൻ വരുന്നവരെ ഞാൻ തന്നെയാ കൊണ്ടുവിടാറ്, അല്ലേ അമ്മേ? പൊയ്ക്കോ മോളെ. ഒരു മിനിറ്റ്. സൂര്യ എന്നോട് പറയുന്നു, കാത്തിരിക്കുന്ന മകള് വരുമ്പോ അത് നിന്നെ പോലെ ഒരാളായിരിക്കണം എന്ന്. അത്രയ്ക്ക് ഇഷ്ടമാ മോളെ നിന്നെ. സൂര്യ, മോൾക്ക് ഇവളുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്കൊന്ന് പോണം. ഇവളെ ഒന്ന് ഡ്രോപ്പ് ചെയ്തേക്ക്. ഓ ഷുവർ. ഞാനിപ്പോ കബനിയെ ഹോസ്റ്റലിൽ വിടാൻ പോകുന്നുണ്ട്. രംഭയും വന്നോട്ടെ. എന്താ അവളുടെ ഒപ്പോ? അതിനെന്താ? അവളെ എന്തിനാ സൂര്യ കൊണ്ടുപോയി വിടുന്നത്? ഞങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി ബോധപൂർവം ചെയ്യുന്നതായിരിക്കും അല്ലേ? ഇതിലെന്തിനാണോ അങ്ങനെ ചിന്തിക്കുന്നേ? നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പലരെയും നമ്മൾ ഡ്രോപ്പ് ചെയ്യാറില്ലേ? ഡാഡി, ആ പലരിൽ ഒരാളല്ല രംഭ. ഓൾറെഡി നിങ്ങളൊക്കെ കൂടി തലേ ചുമന്ന് നടക്ക അവളെ. ഇനി അധികം ആയാൽ ഇത് കുറച്ച് കൂടുതലാണ് സൂര്യ. വന്നിട്ടുണ്ടെങ്കിൽ പോകാനും അവൾക്കറിയാം. കബനിയെ കൊണ്ടുവിടാൻ വേണ്ടി നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങില്ല. എന്താ തർക്കം? സൂര്യ, എന്താ സൂര്യ? ഒന്നുമില്ലമ്മേ. പിന്നെന്താ തർക്കം? അമ്മേ, അത് ഇവളെ കൊണ്ടുവിടാൻ അമ്മയുടെ കൽപ്പനയാണോ? ഇവൾ ആരാ ഇവിടുത്തെ? ഞങ്ങളെയൊക്കെ എതിർത്തും നിശബ്ദരാക്കിയും ഇവളെ ഇങ്ങനെ സംരക്ഷിക്കുന്നതിന്റെ കാരണം എന്താ? മുത്തശ്ശി, എന്നെ തോൽപ്പിക്കാൻ ഇവളെ സഹായിക്കുന്നത് മുത്തശ്ശിയാ. അങ്ങനെ കരുതിക്കോ. നീ ഇവളെ ദ്രോഹിക്കുന്നതിന് കാരണമൊന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ നീ ചെയ്ത തെറ്റിന് നിന്റെ അച്ഛമ്മ എന്നുള്ള നിലയിൽ ഞാൻ പ്രായശ്ചിത്തം ചെയ്യുന്നു. അത്രേ ഉള്ളൂ. മുത്തശ്ശി, എന്റെ പേരിലൊരു വഴക്ക് വേണ്ട. ഞാൻ പോയിക്കോളാം. വേണ്ട, ഇനി ഏതായാലും അത് വേണ്ട. സൂര്യ, നീ കൊണ്ടുവിടുന്നോ അതോ ഞാൻ ഇവളെ കൊണ്ടുവിടണോ? വേണ്ട. കബനി വരൂ. മേനക, ഇതിന്റെ പേരിൽ അമ്മയും അതിനൊരു സംസാരം വേണ്ട. മനസ്സിലായല്ലോ? വാ മോളെ.
വരട്ടെ മുത്തശ്ശി. പോയിട്ട് വാ. അമ്മയ്ക്ക് കൂടി പോകാമായിരുന്നു. മികച്ചവരെ യാത്രയാക്കുമ്പോ അകമ്പടിക്ക് ഒരാൾ മാത്രം പോരാ. ഗതിയില്ലാത്തവളെ എന്ത് കണ്ടാലും വലിഞ്ഞു കയറും. ബുദ്ധിയുള്ളവർക്കാ ഒഴിവാക്കാൻ അറിയേണ്ടത്. എന്റെ മേനകെ, ആ കുട്ടിക്ക് ഇപ്പൊ ഞാൻ മനസ്സിൽ കൊടുക്കുന്ന സ്ഥാനം അവളുടെ പെരുമാറ്റം കൊണ്ടാ. അവള് മനുഷ്യനെ സ്നേഹിക്കുന്ന രീതി കണ്ടാൽ ആരും ആ സ്നേഹം കൊടുത്തു പോകും. അതിനെ ദ്രോഹിക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിക്കുന്നതിന് പകരം സ്വന്തം മനസ്സ് എങ്ങനെ തിരുത്താമെന്നതിനെ കുറിച്ച് ചിന്തിച്ചു നോക്ക്. അതാ നല്ലത്. നശിച്ച തള്ള. നീ എന്താ പറഞ്ഞത്? ഇത് തന്നെയാ ഞാൻ പറഞ്ഞ വ്യത്യാസം. 1000 ജന്മം തപസ്സിരുന്നാലും അവളുടെ മനസ്സിലുള്ള ഒരു നന്മ പോലും നിന്റെ മനസ്സിൽ വരില്ല. കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ. ആ, കണ്ട് ശീലിച്ചതല്ലേ നിനക്ക് ചെയ്യാൻ പറ്റൂ. ആന ചെവിയോ എന്ത് പറഞ്ഞാലും കേൾക്കും. കൊണ്ടുപോയി വിടട്ടെ അവളെ നിന്റെ ഡാഡി. ഇതങ്ങനെ ഒരുപാട് മുന്നോട്ട് പോകാൻ അനുവദിച്ചൂടാ. തടയണം, എന്നേക്കുമായി തടയണം. താങ്ക് യു സർ. വരട്ടെ. മോളെ, എന്താ സർ? മോള് കൊട്ടാരമറ്റത്ത് വരുമ്പോ രംഭയും മേനകയും ചില അസ്വസ്ഥതകൾ കാണിക്കും. അതുകൊണ്ട് ഒരിക്കലും വരില്ല എന്ന് മാത്രം തീരുമാനിക്കരുത്. ഞാനത് മുത്തശ്ശിക്ക് വാക്കുകൊടുത്തതാ. മകളെ വളർത്തുന്നതിൽ കണക്കൂട്ടലുകൾ തെറ്റിപ്പോയ ഒരച്ഛനാണ് ഞാൻ. രംഭയെ ഒരിക്കലും എനിക്ക് നിയന്ത്രിക്കാനായിട്ടില്ല. അങ്ങനെ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും രംഭ ഇങ്ങനെ ആവുമായിരുന്നില്ല. മകള് മേനയ്ക്ക് പലപ്പോഴും ഒരു ആയുധമായിരുന്നു. എനിക്കും അമ്മയ്ക്കും നേരെ ഉപയോഗിക്കാനുള്ള ആയുധം. സർ, അന്ന് ഫ്രഷേഴ്സ് ഡേയിൽ മോൾ അമ്മയെക്കുറിച്ച് പറഞ്ഞില്ലേ? അത് കേട്ട് കണ്ണ് നനയുക മാത്രമല്ല, എന്റെ മോക്ക് അങ്ങനെ പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി ഞാൻ. ആ നിമിഷം മുതൽ നിന്നെ സ്വന്തം മകളുടെ സ്ഥാനത്ത് കാണുന്നുണ്ട് ഞാൻ. എന്റെ ഭാഗ്യം. ഞാൻ അമ്മയോട് പറഞ്ഞതോ അതാ. ഏറെക്കാലമായി ഞങ്ങൾ കാത്തിരിക്കുന്ന എന്റെ മകളുടെ ക്വാളിറ്റി എന്താണെന്നൊരു ചോദ്യം വന്നാൽ ഞാൻ നിന്നെ കൈ ചൂണ്ടി കാണിക്കും. നിന്നെപ്പോലെ ആയിരിക്കണമെന്ന് പറയും. സർ, ആ കുട്ടി എന്നെക്കാൾ നല്ലവളായിരിക്കും. സാറിനെയും മുത്തശ്ശനെയും മുത്തശ്ശിയും മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു കുട്ടി. അങ്ങനെ ആവട്ടെ. അല്ല, കബിനയുടെ അച്ഛൻ എന്താ സംഭവിച്ചേ? ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നോ? എനിക്കറിയില്ല സർ. ആദ്യം എപ്പോഴേക്കോ ഞാനത് ചോദിച്ചപ്പോ അമ്മ കരഞ്ഞു. പിന്നെ ഞാൻ ചോദിക്കാറില്ല. മരിച്ചുപോയതാണോ? ഇല്ല, അമ്മയുടെ സംസാരത്തിൽ നിന്ന് ഒരിക്കലും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഉണ്ടാവും എവിടെയെങ്കിലും. മോൾക്ക് വിഷമം തോന്നിയിട്ടില്ലേ? എന്റെ ക്ലാസ്സില് അനാഥാലയത്തിൽ നിന്നുള്ള 4 കുട്ടികളുണ്ടായിരുന്നു. അവർക്ക് അച്ഛനമ്മമാരെ കുറിച്ച് ഒരു ഓർമ്മ പോലുമില്ല. പലപ്പോഴും ക്ലാസ്സിലെ കുട്ടികള് അവരെ കളിയാക്കുമ്പോ അടുത്തിരുന്ന് സമാധാനിപ്പിക്കുന്നത് ഞാനാ. വായിച്ചതും പഠിച്ചതുമായ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. നഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കരുതെന്ന് പഠിപ്പിക്കും. അത് ഞാൻ എന്നെ കൂടി പഠിപ്പിച്ചിരുന്നത് സർ.
ഞാൻ കാരണം അമ്മ കരയരുത്. അത് ഞാൻ കുഞ്ഞുനാളിൽ എടുത്തിരുന്ന തീരുമാനം. അത് ഞാൻ പാലിക്കാറുമുണ്ട്. അത്ഭുതമാണ് കുട്ടി നിന്റെ പക്വത. നിനക്ക് സ്വത്തില്ലായിരിക്കാം, കൂട്ടിവെച്ച പണമില്ലായിരിക്കാം, പക്ഷെ നിന്റെ അമ്മയ്ക്ക് ദൈവം കൊടുത്ത നിധി തന്നെയാ നീ. സാർ, മോള് സംസാരിക്കുന്നത് കേട്ടിട്ട് മോളുടെ ആ ഭാഗ്യവതിയായ അമ്മയൊന്ന് കാണണമെന്ന് തോന്നുക. അതിനെന്താ, റൂമിൽ ഫോട്ടോ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അമ്മ തന്നെ പോലെയാണോ? അത് സാറ് കണ്ടിട്ട് പറഞ്ഞാൽ മതി, ഞാൻ എടുത്തിട്ട് വരാം.